ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഏവർക്കും ആദ്യമേ തന്നെ ഈ പെസഹാ തിരുനാളിന്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. പെസഹാ തിരുനാളില് നമ്മളെല്ലാവരും പെട്ടെന്ന് ഓർക്കുന്ന വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്, പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ട ദിവസമാണ്. ആദ്യമേ തന്നെ എല്ലാ പുരോഹിതരെയും സ്നേഹത്തോടെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ദിവസമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിശുദ്ധ കുർബാന ഒരു അനുഭവമായി മാറാൻ, ഈ വിശുദ്ധ കുർബാനയുടെ ബലിപീഠത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്നും, ദൈവം നൽകിയ ഈ മൺപാത്രത്തിലെ നിധി കണക്കുള്ള ഈ പൗരോഹിത്യം സ്നേഹത്തോടെ കാത്തു സൂക്ഷിക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പരിചയമുള്ള, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നമുക്ക് മാമോദിസ നൽകിയവരെ, നമ്മളെ കുമ്പസാരിപ്പിച്ചവരെ, നമ്മളെ പ്രാർത്ഥിപ്പിച്ചവരെയൊക്കെ എല്ലാ വൈദികരെയും ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർക്കാം. സാധിക്കുമെങ്കിൽ ഈ പുരോഹിതരെയൊക്കെ ഒന്ന് വിളിക്കാനും അവരെയൊക്കെ ഒന്ന് സ്നേഹം പുതുക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു ദിവസം നമുക്ക് മാറ്റിവെക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പെസഹാ തിരുനാളിനെ കുറിച്ചുള്ള ഈ ധ്യാന വിഷയത്തിൽ എനിക്ക് വിശുദ്ധ കുർബാനയെ കുറിച്ചല്ല, ഈ വിശുദ്ധ യോഹന്നാനെ ഒന്ന് ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടാണ്. കാരണം മറ്റെല്ലാ ശിഷ്യന്മാരും നമ്മുടെ നമ്മുടെ ഈ സമാന്തര സുവിശേഷങ്ങളിൽ മൂന്നും വിശുദ്ധ കുർബാന സ്ഥാപനത്തെ കുറിച്ച് പറയും. ഇതിന്റെ ശരീരമാണ്, ഇതിന്റെ രക്തമാണ്, വാങ്ങി ഭക്ഷിക്കുവാൻ എന്ന് പറയുമ്പോൾ പക്ഷത്തിൽ ചാരിക്കിടന്ന യോഹന്നാൻ മാത്രം ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടണില്ലെന്നുള്ളതാണ്. ആ വിശുദ്ധ കുർബാന ഇത്രയും തൊട്ടടുത്ത് അനുഭവിച്ച യോഹന്നാൻ എന്തേ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയാതിരുന്നത്? യോഹന്നാൻ അന്ത്യത്താഴ വേളയിലെ കാല് കഴുകലിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. യോഹന്നാൻ പിന്നെ ദൈവശാസ്ത്രപരമായിട്ട് വിശുദ്ധ കുർബാനയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന് മുമ്പുള്ള അധ്യായത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല. അതായത് ഈ വിശുദ്ധ കുർബാനയുടെ അപ്പുറത്തേക്ക് ഒരു തർക്ക വിഷയമാവേണ്ടതിനല്ല, ഒരു എളിമപ്പെടേണ്ട ഒരു ശുശ്രൂഷ മനോഭാവത്തിലേക്ക് ഞാൻ ഉയരേണ്ടതിനെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് പെസഹ എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. കാല് കഴുകാൻ തയ്യാറാവണം. എവിടെ ഒരു മനുഷ്യനെ നേടണോ അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ക്രിസ്തു എന്ന ഈ ഒരു പാഠം തന്നെയാണ്. വിശുദ്ധ കുർബാനയായി മാറണോ നമുക്ക് വേണ്ടത് ഈ കാല് കഴുകൽ ശുശ്രൂഷയാണ്. അതിന് ഏറ്റവും സുന്ദരമായൊരു കാര്യം, ഒരിക്കലൊരു ശില്പിയോട് ഒരു സന്യാസി വന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ശില്പി അവിടെ സുന്ദരമായിട്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ രൂപം ഉണ്ടാക്കുകയാണ്. സന്യാസി ഒന്ന് ചോദിച്ചു, എനിക്കും ഇതുപോലെ കൈകൂപ്പി നിൽക്കുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ശില്പി വളരെ രസകരമായിട്ട് മറുപടി പറയാണ്, എപ്പോൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി നിൽക്കുന്നത് പോലെ മുട്ടുകുത്തി നിൽക്കാനും അവന്റെ കുറവുകളെ പതിയെ പതിയെ ഇല്ലാതാക്കി അവനെ ഒന്ന് വിശുദ്ധീകരിച്ചെടുക്കാനും നീ തയ്യാറാകുന്നുണ്ടോ, അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ നിനക്ക് രൂപീകരിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്, മുട്ടുകുത്താനും അവന്റെ കറകളെ, അവന്റെ കുറവുകളെ ഒന്ന് മനസ്സിലാക്കാനും കഴിയുക എന്നുള്ളതാണ്. ക്രിസ്തു അത് തന്നെയാണ് പെസഹാ രാത്രിയിൽ ചെയ്തത്, അവന്റെ മുമ്പിൽ മുട്ടുകുത്തി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ഇത്തരമൊരു മുട്ടുകുത്തലുകൾ ഉണ്ടാവട്ടെ. അപ്പൻ തന്നെ അമ്മയുടെയും മക്കളുടെയും മുമ്പിൽ, ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് എളിമപ്പെടാൻ തയ്യാറാകുന്നിടത്ത് പല പ്രശ്നങ്ങളും തീരുമെന്നുള്ളതാണ്. പെട്ടെന്ന് ചൂടായിക്കൊണ്ടുവരുന്ന ഭർത്താവിൻ്റെ മുമ്പിൽ എന്തു പറ്റി പോട്ടെ എന്ന് പറയാൻ, ദേഷ്യപ്പെടുന്ന ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് വലിയ കാര്യത്തിൽ ദേഷ്യപ്പെടാതെ ശാന്തമായിട്ട് എന്താ പറ്റിയത് നിങ്ങൾക്കെന്ന് ശാന്തമായിട്ടൊന്ന് ചോദിക്കാൻ തയ്യാറാകുന്നിടത്ത് പ്രശ്നങ്ങൾ തീരുമെന്നുള്ളതാണ്. ഈ പെസഹാ തിരുനാൾ തരുന്ന ഏറ്റവും വലിയ ചിന്ത അതാണ്. മുട്ടുകുത്താൻ തയ്യാറാവണം, കാല് കഴുകാൻ തയ്യാറാവണം. ഞാൻ സെമിനാരിയിലായിരിക്കുമ്പോൾ ഏറ്റവും സുന്ദരമായൊരു ചിത്രമുണ്ട്. ഞങ്ങൾ ഈ ജയിലുകളിൽ സന്ദർശിക്കാൻ പോകുമായിരുന്നു. ജയിലുകൾ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ അവസാനത്തിൽ സുന്ദരമായൊരു നിമിഷമുണ്ട്. എല്ലാ ബ്രദേഴ്സും ഈ ജയിലിലായിരിക്കുന്ന എല്ലാ മനുഷ്യരുടെ മുമ്പിൽ മുട്ടുകുത്തും. എന്നിട്ട് പറയും, ഞങ്ങൾ കുറേ നാളുകൾ കൂടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു കാര്യം തരണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഞങ്ങൾ കണ്ണുനീരോടുകൂടെ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ ആശീർവദിക്കുന്ന ഈ ജയിൽ പുള്ളികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ഈ തിരുവനന്തപുരത്തുള്ള വനിതാ ജയിലിൽ ഞങ്ങൾ പോവാണ്. കുഞ്ഞിനെ കൊന്നതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നുകളഞ്ഞ ഒരു ക്രൂരയായ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഞാനന്ന് മുട്ടുകുത്തിയുന്നത്. അവിടെ ക്രൂര എന്ന് വിളിക്കരുതെന്ന് എനിക്ക് മനസ്സിലായൊരു ദിവസമാണ്. അന്ന് ഈ കൈവെള്ളകൾ രണ്ടും ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുന്നുണ്ട്. ഈ കണ്ണുനീര് ജലം എൻ്റെ ഉടുപ്പിൽ വീണ് ഈ കുപ്പായം കുതിരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അവളെ നേടിയതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. പിന്നീട് അവിടെയുള്ള ജയിൽ സൂപ്രണ്ട് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതുവരെ ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് ഒരു തുട്ടി കണ്ണുനീര് ഞങ്ങൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ്
ഇത്രയും ക്രൂരകൃത്യം ചെയ്ത ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന്, ആ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വന്നത്. മുട്ടുകുത്താൻ തയ്യാറാകുന്നിടത്ത് അവനെ സ്വന്തമാക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. പെസഹ തരുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. നീ മുട്ടുകുത്തുക, കാല് കഴുകുക, അവനെ നേടിയെടുക്കുക, അവന് വേണ്ടി നിന്റെ ജീവിതം പകുത്തു കൊടുക്കുക. അങ്ങനെ പകുത്തു കൊടുക്കുന്ന നല്ല രാത്രികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നല്ല അത്താഴമേശകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഈ അത്താഴമേശകളിൽ കാലുകഴുകലും പങ്കുവയ്ക്കലും സുന്ദരമായി നടക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിനെ പോലെ നല്ല ഇടയന്മാരാകാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. എല്ലാവർക്കും പെസഹ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. മാലാഖ പള്ളിയുടെ എല്ലാ പ്രാർത്ഥനകളും, മാലാഖയുടെ എല്ലാ ആശീർവാദവും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.